ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഒരു 3 കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ്. എൻ്റെ മുളക് ഉണങ്ങിയത്, പിന്നെ നമ്മുടെ ചട്ടി നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടുന്ന ചെടിച്ചട്ടികളുടെ കാര്യം, അതൊക്കെ പറയാമെന്നോർത്താണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം മുളക് ഉണങ്ങിയ കാര്യം പറയുകയാണെങ്കിൽ, എൻ്റെ മുളക് അസലായിട്ട് തന്നെ വന്നു. പക്ഷേ ഞാൻ പറയല്ലേ, ഗതികെട്ടവൻ്റെ തലയെന്ന് പറയല്ലേ, അതേപോലെ ഒരു ഇത് വന്ന് ഞാൻ എന്നാ മുളക് ഉണക്കാനായിട്ട് വെള്ളത്തിൽ ഇട്ടെടുത്തോ അന്ന് തുടങ്ങിയ മൂടലും മഞ്ഞും, പകലൊക്കെ തണുപ്പ്, വെയിലില്ല. ശരിക്കും ഇന്നാണ് ഒരു നല്ല വെയിൽ വരുന്നത്. എങ്കിലും മുളകിന് വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ല. ഞാൻ കാണിച്ചു തരാം. ദേ, നമ്മുടെ മുളക് ഈ പരുവത്തിലെത്തി. പിന്നെ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, മുളക് ഉണങ്ങുമ്പോഴത്തേക്കും നന്നായിട്ടൊന്നും കൂടി നിർത്തി ചുവപ്പിച്ചിട്ട് എടുക്കുവാണെങ്കിൽ നല്ല രീതിക്ക് കളറാവും. ഇതൊക്കെ കണ്ടോ, ഒരു ഓറഞ്ച് കളറ് അതിൻ്റെ തുമ്പ്, അത് ചിലപ്പോൾ കേടായതുകൊണ്ടായിരിക്കും. ഇനി വരുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോയ മുളകുകൾ, ഈ വിളവ് തീർന്ന് മുരടിച്ച് വരുന്ന മുളകിൽ നിന്ന് കിട്ടിയ മുളകായതുകൊണ്ടുമാകാം ഇങ്ങനെ വന്നത്. ശരിക്കും പറഞ്ഞത് ഇതാണ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന, ഇത് കടയിൽ നിന്ന് മേടിച്ചൊരു കൊല്ലമുളകിൻ്റെ മുളകാണ്. പക്ഷെ എനിക്ക് സന്തോഷം എന്താ കിട്ടിയത്, നമ്മുടെ മുളകും ഏകദേശം വരണം അതുപോലെ തന്നെ കിട്ടി. അപ്പോൾ മുളക് ചൂടുവെള്ളത്തിലിട്ട് തന്നെ ഉണക്കുവാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ ശരിയാകും എന്നിപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പം ഇത് കടയിൽ നിന്ന് മേടിച്ച ഒരെണ്ണമാണ്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എടുത്തതാണ്. അപ്പം മുളക് നമ്മൾ ഇങ്ങനെ ഉണക്കുവാണെങ്കിൽ നന്നായിട്ട് തന്നെ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടത്തിൽ നിന്ന് എടുത്ത് കറിക്ക് അരച്ച് നോക്കി. കളർ അധികം വന്നില്ല എന്നേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റൊക്കെ നമ്മൾ സാധാ മുളക് പൊടിയുടെ കൂട്ട് തന്നെയാട്ടോ വന്നത്. പിന്നെ പോട്ട്, ഈ ചട്ടി നമുക്ക് എന്നോട് ചോദിച്ച വീഡിയോയിൽ എത്ര രൂപയായി ഇതിന് എന്ന് ചോദിച്ചു. നമുക്ക് 10 ചട്ടി കിട്ടുന്നത് നമുക്ക് 500 രൂപയ്ക്കാണ് കിട്ടിയത്. 10 ചട്ടി, ആ 10 ചട്ടി നിറയ്ക്കാനുള്ള ആവശ്യമായ പോർട്ടീൻ മിക്സ് ഇത് കണ്ടത്. ഇതിപ്പോൾ മഴ പെയ്ത് ഇന്നലെ തെറിച്ചത് കൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. കണ്ടതേ, നന്നായിട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പും പിണ്ണാക്കും കുമ്മായം അങ്ങനെ എല്ലാം ഇട്ട് ട്രീറ്റ് ചെയ്ത് വളങ്ങളെല്ലാം ഇട്ട് കിട്ടിയ മണ്ണാണ്. ബാക്കി തൈയും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മേടിക്കുന്ന സാധാ ചട്ടിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് 50 രൂപ വരാറുണ്ട്. അപ്പം ഇത് നമുക്ക് ചട്ടി, മണ്ണ്, തൈകൾ ഇതെല്ലാം കൂടിയാണ് നമുക്ക് ഈ 10 500 രൂപയ്ക്ക് കിട്ടിയത്. പിന്നെ ഇതിന് മറ്റ് ആനുകൂല്യങ്ങളൊക്കെ വരുമായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ഗ്രാമസഭയുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്, നമുക്ക് കൃഷിഭവനുമായിട്ടുള്ള കാര്യങ്ങൾ, ഒട്ടുമിക്ക കാര്യങ്ങളും ഗ്രാമസഭ വഴി നമ്മൾ അറിയിക്കാറുണ്ട്. അതിൽ നമുക്ക് ഒത്തിരി അപേക്ഷ നമ്മൾ കൊടുക്കാറുണ്ട്. അതിൽ ചിലതൊക്കെ നമുക്ക് എനിക്ക് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഇത്തവണ. പിന്നെ നമ്മൾ ഒരു മാസത്തിലൊരിക്കലെങ്കിലും ഒരു കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടണം. ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെന്നിട്ട് നമ്മുടെ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൃഷിഭവനിൽ വാട്സപ്പൊക്കെ ഉണ്ട്, നമ്മൾ ആ കാര്യങ്ങളൊക്കെ അവർ അപ്പം അറിയിക്കാറുമുണ്ട്. അപ്പോൾ കൃഷിഭവൻ്റെ വിശേഷങ്ങളൊക്കെ അതാണ്. പിന്നെ ഞാൻ പറയാൻ വന്നത്, നമുക്കിവിടെ വൈക്കത്തഷ്ടമിയാണ്. അപ്പോൾ വൈക്കത്തഷ്ടമി ഞാൻ കഴിഞ്ഞ ദിവസം 3-ാം ഉത്സവത്തിൻ്റെ അന്ന് ഞങ്ങളൊന്ന് വൈകുന്നേരം തൊഴാൻ പോയി കഴിഞ്ഞപ്പം എന്നെ സംബന്ധിച്ചിത്രയും എനിക്ക് വൈക്കത്തഷ്ടമി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഭഗവാനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം നോക്കുന്ന ഒരു ഭാഗം പൂവാണ്. അതായത് പൂവെന്ന് പറയുമ്പോൾ നിങ്ങളോർക്ക് മുല്ലപ്പൂ അങ്ങനെയല്ല, നമുക്കിവിടെ നല്ല ജമന്തിപ്പൂ, മഞ്ഞ ജമന്തിപ്പൂ, ഞങ്ങളുടെ വൈക്കത്തുകാരെ കുറിച്ചുള്ളവർക്കൊക്കെ അറിയാം. വലിയ ജമന്തിപ്പൂ കെട്ട് കണക്കിന് 2-3 മുഴമൊക്കെ മേടിച്ച് തലയിൽ വെച്ച് കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും കുഞ്ഞിലെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ആണെങ്കിലും ആ ഒരു പഴയ രീതി, വൈക്കത്തഷ്ടമി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മളതിൻ്റെ ഒരു ഓർമ്മ നിലനിൽക്കുന്നത് മഞ്ഞപ്പൂവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ ബോട്ട്, ചെറിയ വെള്ളത്തിലോടുന്ന ചെറിയ തിരി കത്തിച്ച് വെക്കുമ്പോഴുള്ളൊരു ബോട്ട്, അതൊക്കെയാണ് ഞങ്ങളുടെ ഓർമ്മ. പക്ഷേ ഇത്തവണ വൈക്കത്ത് ഞാൻ ചെന്നിട്ട് ദൈവം സഹായിച്ച് പൂ എവിടെ പോയെന്ന് എനിക്കറിയില്ല. ഇപ്പോഴത്തെ പിള്ളേരുടെ ഈ ഓരോ ഇതൊക്കെ കൊണ്ടായിരിക്കും പൂ അധികം വരാത്തത്. പക്ഷേ ഞാൻ ചെന്നിട്ട് ഒരു പൂ പോലും കിട്ടിയില്ല. അപ്പോൾ പിന്നെ പൂ കിട്ടിയില്ലെങ്കിലും നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റിയല്ലോ. ഞാൻ ഉടനെ തന്നെ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരു കടയിൽ, ചെടി വിൽക്കുന്ന കടയിൽ ഈ മഞ്ഞ പൂവായിട്ടൊരു ചെടി നിൽക്കുന്നു. എന്നാൽ അത് പോയി മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നോട് പറയുക, അവിടുത്തെ പയ്യൻ എന്നോട് പറയും, ചേച്ചി അത് ഡെമോ വെച്ചേക്കണം കേട്ടോ, പൂ നിങ്ങൾക്ക് അത് ആ ചെടി തരാനുള്ളതല്ല, അത് ഡെമോയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ അപ്പം എനിക്ക് ഈ ചെടി ഒരെണ്ണം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി 5 ബന്തി 100 രൂപ. അപ്പോൾ ഞാൻ ചോദിച്ചു 5 ബന്തി 100 രൂപ എന്ന് പറയുമ്പോൾ 5 തരം കളറാണ്.
മഞ്ഞ, വെള്ള, വേറൊരു ചുവപ്പ് പോലത്തെ ഞാൻ കാണാത്ത വയലറ്റ്, അങ്ങനെ 5 കളറ്. അപ്പം ഞാൻ ചോദിച്ചു ഇതാണ് സംഭവം ചെടി. ഞാനപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് 5 ചെടി മേടിച്ചു. അപ്പോൾ 5 ചെടി മേടിച്ച് വിൽക്കാൻ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഓർത്തു എനിക്ക് എന്തായാലും എൻ്റെ കയ്യിൽ ബന്ധിയൊന്നും ഇല്ല, എന്നാൽ മേടിച്ചേക്കാന്ന് വെച്ച് 5 എണ്ണം 100 രൂപ ഞാൻ മേടിച്ചു എൻ്റെ കയ്യിൽ നിന്ന്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ തന്നത്. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനോട് ചോദിച്ചു, എടാ ഇതെന്ന് പൂ വിരിയും? ചേച്ചി 3 മാസം കൊണ്ട് പൂ വിരിയും. ഒരു കടയിൽ നിൽക്കുന്ന സെയിൽസ്മാനാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ നീ എന്ത് കച്ചവടക്കാരനാടാ, 3 മാസം ഈ മൊട്ട് നിൽക്കുന്ന ഇത് 3 മാസം കൊണ്ട് വിരിയുള്ളടാന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അല്ലേ ചേച്ചി പെട്ടെന്ന് വിരിയുമായിരിക്കും. ഞാൻ പറഞ്ഞു ഇത് 5ലും 5 കളറ് വിരിഞ്ഞില്ല എങ്കിൽ ഞാൻ വരും നിന്നെ നോക്കി, ഇത് കൊണ്ടുവന്ന് ഞാൻ നിന്നോട് പറയും എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കളറ് വിരിയോ വിരിയാതിരിക്കുകയോ, ഞാൻ വാങ്ങിയത് എനിക്കൊന്നും അവിടെ നിന്നൊരു പൂ കിട്ടാത്തതിൻ്റെ പേരില്ല. പക്ഷേ ഇത് മഞ്ഞയാണെന്ന് ഏകദേശം മനസ്സിലായി. കണ്ടോ, മഞ്ഞ കളറുണ്ട്. ഇത് വയലറ്റാണോ, ഇതിന് ഇച്ചിരി ഡാർക്ക് പോലെ തോന്നുന്നുണ്ട്. എന്തായാലും ഇത് വെക്കണം. ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. പ്രധാനമായിട്ടും എനിക്ക് ആ മുളകിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഞാൻ മുളക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു 2 ദിവസം കഴിയുമ്പോൾ അത് ഉണങ്ങിയിട്ട് പറയാം എന്നുള്ളൊരു വിചാരത്തിലായിരുന്നു ഞാൻ ആ വീഡിയോ എടുത്തത്. പക്ഷേ ഇടിവെട്ടിയവൻ്റെ തലയിൽ, പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവെട്ടി എന്ന് പറഞ്ഞ കണക്കിന് ഞാൻ എന്നത് വെള്ളത്തിൽ ഇട്ടുകൊണ്ട് ഉണക്കാൻ വെച്ചോ അന്ന് തുടങ്ങിയ ആ ഒരു മഴയും മഴക്കാറും ഒക്കെ ആയിരുന്നു. അതൊന്നും ഉണങ്ങി കിട്ടാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. അപ്പം ഇന്നലെ ഇച്ചിരി വെയിൽ വന്നു, അതിലാണ് ഇത്ര ആയത്. അപ്പം നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ മുളക് ഇങ്ങനെ പുഴുങ്ങുക ഉണ്ടാകട്ടോ, പറിച്ച് ചുമ്മാ ജസ്റ്റ് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ടെടുത്താൽ മതി. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നല്ല കൊല്ലമുളകാക്കി കിട്ടും. അപ്പം ഇതൊക്കെ പറയാനാണ് ഞാനിന്ന് വന്നത്. അപ്പം എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.